ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. നമ്മുടെ സ്വന്തം ബോച്ചയുടെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തിട്ട്. അപ്പോൾ ആ ഒരു റെസ്റ്റോറൻറ്റിന്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് അങ്ങനെ ഞാനും മോനും ഇൻട്രോ ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കുന്നത്, അയ്യോ ക്യാബ് ബുക്ക് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞോടാ, പെട്ടെന്ന് ലൈറ്റിംഗ് ഒക്കെ ഇപ്പോൾ പോവല്ലോ, ഈവനിങ് ആയല്ലോ, നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കും എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മ എപ്പോൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 5 മിനിറ്റിന് ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അവൻ റാപ്പിഡോ ബുക്ക് ചെയ്തു. 5 മിനിറ്റിൽ ക്യാബ് വന്നു. സാധാരണ അവൻ ബൈക്ക് ടാക്സിയാണ് ബുക്ക് ചെയ്യുക. ഈ ഒരു റാപ്പിഡോ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യാറ്. പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ക്യാബ് എടുത്തത്. പക്ഷേ നല്ല ഇതായിരുന്നു, നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് ക്യാബ് കിട്ടി. നമ്മളിപ്പോൾ പോകുന്നത് ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് കാണാനും അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും നിങ്ങൾക്കത് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇതാ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൻ്റെ ഓപ്പോസിറ്റിലുള്ള നമ്മുടെ ബസ് സ്റ്റാൻഡാണിത്. ഇത് ന്യൂ മോഡലിൽ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി ഉള്ള ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ്. ഇത് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശമാണ്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് ഉള്ളത്. ഇതൊരു ട്രെയിനിന് അങ്ങനെ കോച്ച് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അത് എന്താ പറയേണ്ടത്, ഒരു ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ബോച്ചെ ഫുഡ് എക്സ്പ്രസിന്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് വരാം. നല്ല റഷാണ് കേട്ടോ, ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മൾ മുന്നേ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ മുന്നിലാണുള്ളത്. ഇത് ഒരു ട്രെയിനിൻ്റെ കോച്ച് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണുള്ളത് കേട്ടോ. ഇവിടുത്തെ ഇൻഡോർ സർവീസും ഔട്ട്ഡോർ സർവീസൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടുത്തെ കിച്ചണെ പറ്റി പറയുകയാണെങ്കിൽ അത്രയ്ക്ക് ഹൈജീനിക്കാണ്, സൂപ്പറായിട്ട് ലക്ഷറി ആയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളങ്ങനെ ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അത്രയ്ക്ക് ഒരു ലക്ഷറി ഫീലാണ് കേട്ടോ. ഇവിടെ ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ തന്നെ നമ്മുടെ ബോച്ച ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനും മോനും ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു, ഈ ഒരു ആംബിയൻസിനെ പറ്റിയിട്ടും പുറത്തേക്കുള്ള ആ ഒരു വ്യൂവിനെ പറ്റിയിട്ടൊക്കെ. എന്താ പറയേണ്ടത്, കോയമ്പത്തൂർ സിറ്റീൻ്റെ ആ ഒരു ബ്യൂട്ടി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ ഇത്. വാഹനങ്ങളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളത്, നമ്മുടെ ബോച്ച ഇവിടെ ഒരു ഗോൾഡ് തീം കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെയറിനാണെങ്കിലും ഈവൻ പൈപ്പിന് പോലും ആ ഒരു ഗോൾഡ് തീം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഒരു 5th ഓഗസ്റ്റിനാണ് നമ്മുടെ ബോച്ചയെ തന്നെ വന്നിട്ട് ഇത് ഇനോഗ്രേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ വെയിറ്റർ എത്തി കേട്ടോ. അപ്പോൾ എൻ്റെ മോന് എപ്പോഴും പോലെ തന്നെ ഗീ റോസ്റ്റ് പിടിച്ചു. ഞാൻ ഫ്രൈഡ് റൈസും ഡ്രാഗൺ ചിക്കനും പറഞ്ഞു. എൻ്റെ ഫുഡ് പെട്ടെന്ന് തന്നെ എത്തി, പക്ഷേ എൻ്റെ മോൻ്റെ ഗീ റോസ്റ്റ് എത്തിയില്ല. പക്ഷേ അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൻ്റെ നിഷ്കളങ്കമായ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ഫുഡ് കുറച്ച് അവനൂടെ കൊടുത്തു. പിന്നെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ഡ്രാഗൺ ചിക്കനൊക്കെ അടിപൊളി സൂപ്പറായിരുന്നു. പക്ഷേ ഒരു നെഗറ്റീവ് പറയാനുള്ളത്, ഫ്രൈഡ് റൈസിൽ ഇത്തിരി ഓയിൽ അധികമായിരുന്നു. അപ്പോൾ ഞാനതവിടെ പറയുകയും ചെയ്തു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, ഞാൻ നിങ്ങൾ നെക്സ്റ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എൻ്റെ മോൻ്റെ ഗീ റോസ്റ്റും കിട്ടി കേട്ടോ. അങ്ങനെ ഗീ റോസ്റ്റൊക്കെ കഴിച്ചപ്പോൾ അവന് മധുരമുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞു മോൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു ഹണി കേക്ക് വേണമെന്ന് പറഞ്ഞു. വെയിറ്റർ പറഞ്ഞു ഇവിടുത്തെ ഹണി കേക്ക് സ്പെഷ്യലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ അവൻ ഉറപ്പായിട്ടും എനിക്കത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഓർഡർ ചെയ്തു. അവനത് കഴിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി സൂപ്പറാണെന്നുള്ളത്. അവൻ്റെ ആ ഫേസ് എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ ഞാൻ പിടിച്ചു. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ മേടിച്ച് ക്യാഷ് കൗണ്ടറിലെത്തി. നല്ലൊരു റേറ്റ് പ്രതീക്ഷിച്ചതാണ്, പക്ഷേ റീസണബിൾ റേറ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഒരു സർവീസും അതേപോലെ നല്ലൊരു റേറ്റുമാണ് അവിടെ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എന്താ പറയേണ്ടത്, എല്ലാവരും ഒന്ന് വന്ന് ആസ്വദിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ്.